ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സിമ്പിൾ മീൻ കറിയും കപ്പയും കാണാവേ. അതിന് ഞാൻ എരി മീൻ 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 1/4 സ്പൂൺ അളവിലുള്ള ഉലുവ, ഒരു ചെറിയ സ്പൂൺ കുരുമുളക്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സ്പൂൺ അളവിലുള്ള തേങ്ങയാണ്. ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കണം. അത് ചേർക്കുന്ന വീഡിയോ അതിനകത്തുനിന്ന് ക്യാമറ ഓഫായിപ്പോയി ആ സമയത്ത്. ഇനി 2 കഷ്ണം ചെറിയ ഉള്ളി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് ഈ തേങ്ങയൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി, എരിവ് അധികം വേണ്ടാത്തതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. ഇനി ഇതുകൂടെ നമുക്ക് ഇതൊന്ന് ആറിയിട്ട് അരച്ചെടുക്കാം. ഞാൻ ഒരു വലിയ കപ്പ ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചപ്പോഴത്തേക്കും നമുക്ക് ഈ കപ്പ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേകട്ടെ. ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ഗ്രേവിയിലാണ് വെക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള പുളി, കുടംപുളിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഗ്രേവി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ചുറ്റിക്കാം. അതായത് ആ ചട്ടി ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നമുക്ക് വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് തിളയ്ക്കട്ടെ. ഇനി ഞാനൊരു 15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ മീൻ നമുക്കൊന്ന് നോക്കാം. അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത്. ഇനി കപ്പയ്ക്ക് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, 1 സ്പൂണോളം ഉഴുന്നുപരിപ്പ് ഇത്രയും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ചട്ടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും ഈ കപ്പ നമുക്ക് ഇത് ആഡ് ചെയ്ത് അതിനകത്തേക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു ആവി വന്നു കഴിയുമ്പോഴേക്കും ഈ കപ്പ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ല സൂപ്പറാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.